ശ്രീ ടി പി രാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ടി പി രാമകൃഷ്ണൻ. സർ, വയനാടിൻ്റെ ഗതാഗത പ്രശ്നത്തെ മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറ് തുടക്കം കുറിച്ച തുരങ്കപാതയുടെ നിർമ്മാണം അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഗവൺമെൻറ് അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളിലൂടെയുള്ള പാതകളാണ് വയനാട് ഗതാഗതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. രണ്ട് പാതകളിലും പലപ്പോഴും നിരവധി ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടത് കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ഒരു പുതിയ പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. തീരെ ചുരമില്ലാത്ത റോഡിൻ്റെ നിർദ്ദേശമാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിനു വേണ്ടി ഉള്ളത്. രണ്ട് ഭാഗത്തും റോഡുണ്ട്. ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് റോഡില്ലാതെ നിൽക്കുന്നത്. ഈ ഫോറസ്റ്റ് വഴി റോഡ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം ഈ ചുമതല നിറവേറ്റാൻ കഴിയും എന്നുള്ള അഭിപ്രായമില്ല. കേന്ദ്ര വനം വകുപ്പിൻ്റെയും പരിസ്ഥിതി വകുപ്പിൻ്റെയും അനുമതി ഈ കാര്യത്തിൽ നേടേണ്ടതുണ്ട്. സംസ്ഥാന പൊതുമരാമത്ത് മുൻകൈയെടുത്ത് 1.5 കോടി രൂപ ഇവിടെ ഈ വനത്തിൻ്റെ ഇടയിലൂടെ ഉള്ള റോഡിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി അനുവദിക്കുകയും അതിൻ്റെ പ്രവൃത്തി ഏകദേശം പൂർണ്ണമായി വരികയുമാണ്. ഇത് അടിയന്തരമായി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പ് മുൻകൈയെടുത്ത് ഫോറസ്റ്റ് വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ കേന്ദ്ര അനുമതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിന് കേരളത്തിലെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഇത്തരമൊരു നടപടി പൂർത്തീകരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, 30/1/2024 ഈ സഭയിൽ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡുമായി ബന്ധപ്പെട്ട സബ്മിഷൻ ബഹുമാന്യനായ ശ്രീ OR കേളു അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ടി പി ഈ റോഡ് പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് സഭയ്ക്ക് നൽകിയ ഉറപ്പാണ് ഈ റോഡിൻ്റെ സാധ്യതാ പഠനം നടത്തും എന്നുള്ളത്. അതിനായി 10/3/2024 1.5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ വനത്തിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനുള്ള അനുമതി ആവശ്യമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഇതിൽ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചു. വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച് വകുപ്പ് തലത്തിൽ ഇടപെട്ടാണ് അത് സാധ്യമാക്കിയത്. നിലവിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിച്ചു. കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും വനേതര ഭാഗത്ത് GPS സർവേയും വനത്തിനുള്ളിൽ ലിഡാർ കം ഡ്രോൺ സർവേയുമാണ് നടത്തിയിട്ടുള്ളത്. പടിഞ്ഞാറത്തറ ഭാഗത്ത് വനത്തിനുള്ളിൽ 6.5 കിലോമീറ്ററും വനേതര ഭാഗത്ത് 10 കിലോമീറ്ററും സർവേ നടത്തി. കോഴിക്കോട് പൂഴിത്തറയിൽ വനേതര ഭാഗത്ത് 5 കിലോമീറ്ററും വനഭാഗത്ത് 3 കിലോമീറ്ററോളം സർവേ നടപടികൾ നടത്തുകയുണ്ടായി. സർവേ പൂർത്തിയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണെന്ന വിവരം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ പരിശോധിച്ച് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ താൽക്കാലിക അലൈൻമെൻറ്റ് തയ്യാറാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലൈൻമെൻറ്റിൻ്റെ അംഗീകാരത്തിന് ശേഷം പദ്ധതി രേഖ കൂടി തയ്യാറാക്കും. ഡിസംബറോടെ പദ്ധതി രേഖയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. DPR തയ്യാറാക്കിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. സർ, വയനാട് ജില്ലയിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട വലിയ പരിഗണനയാണ് LDF സർക്കാർ പൊതുവെ നൽകി വരുന്നത്. ഒരു കാലത്തും നടക്കില്ലെന്ന് കരുതിയ ഒരു പദ്ധതി ഓഗസ്റ്റ് മാസം 31 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 10,000-ഓളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അത് തുരങ്കപാതയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വയനാട് ചുരവുമായി ബന്ധപ്പെട്ടും ഫണ്ട് പ്രത്യേകം അനുവദിച്ച് വളവ് നികത്തുവാനുള്ള ഇടപെടൽ ഈ സർക്കാർ നടത്തി വരുന്നു. ഈ വിഷയം ബഹുമാനപ്പെട്ട TP ഇവിടെ മുന്നോട്ട് വെച്ച ഈ വിഷയം വളരെ ഗൗരവത്തിലാണ് LDF സർക്കാർ എടുത്തിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വലിയ പ്രാധാന്യത്തോടു കൂടി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളത് സഭയെ അറിയിക്കും.